മൂലയ്ക്കിൽ അങ്ങനെ പതുങ്ങിയിരുന്നേർന്ന ഒരു കുപ്പി ഞാൻ കണ്ടെത്തിയിട്ടുണ്ട്. ഇതായി കുപ്പിയിൽ ഞാൻ എടുത്തുകൊണ്ട് വന്നിട്ട് ഇതിൻ്റെ മുകളിലത്തെ ഉടുപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റിയെടുക്കുകയാണ്. കുപ്പിയുടെ അടപ്പ് തെറിച്ച് പോയതാണ് കേട്ടോ കാണുന്നത്. സാറില്ലേ, നമുക്കത് ആവശ്യമില്ല. ഇനി നമ്മളിതിൻ്റെ ഉടുപ്പൊന്ന് മാറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിതൊരു കുഞ്ഞൊരു കത്തി ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ ഉടുപ്പൊന്ന് പറിച്ചെടുക്കുന്നുണ്ട്. പറിച്ചെടുത്ത് പോരാഞ്ഞപ്പോൾ നമ്മൾ നനച്ചെടുത്തിട്ട് അതിൻ്റെ മുകളിലത്തെ കുപ്പിയിലത്തെ ആ കവറിങ് ഒക്കെ ഒന്ന് മാറ്റിയെടുത്തിട്ട് ഒരു പ്ലെയിൻ കുപ്പിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ കുപ്പീനെ ഒന്ന് കുളിപ്പിച്ചെടുക്കാൻ പോവുകയാണ്. ചുമ്മാ അങ്ങനെ കുളിപ്പിച്ചെടുക്കാൻ പറ്റും. ആ ടബിൽ നമ്മളിതാ കുറച്ച് റെഡ് കളർ നെയിൽ പോളിഷ്, ഒരു ലേശം റോസ് കളർ നെയിൽ പോളിഷ്, അതിലേറെ കുറച്ച് ഒരു എന്താ പറയുക, ഒരു പീക്കോ കളർ നെയിൽ പോളിഷും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ വെറുതെ ഒഴിച്ച് കൊടുക്കില്ല കേട്ടോ, ഒന്ന് ചുറ്റിച്ചിട്ട് ഒരു റൗണ്ട് ഷേപ്പിലായിട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഈ ടബിലാണ് നമ്മുടെ കുപ്പീനെ ഒന്ന് കുളിപ്പിച്ചെടുക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ കുപ്പീനെ ഒന്ന് സ്വമേധയാ കുളിക്കാൻ അനുവദിച്ചു, അത് ഇറങ്ങിയില്ല. അപ്പോൾ ഞാനൊന്ന് ബലപ്രയോഗത്തിലൂടെ ഒന്ന് അമർത്തി പിടിച്ചിട്ട് ഒന്ന് ചുറ്റിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. പുറത്തേക്ക് എടുത്ത ലുക്ക് എനിക്ക് അത്ര വലിയ ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ നമ്മൾ വീണ്ടും ഇതേ പ്രോസസ്സ് ചെയ്തിട്ട് കുപ്പീനെ ഒന്ന് കളർ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അങ്ങനെ ടേബിളിൻ്റെ മുകളിൽ വയ്ക്കാൻ പറ്റുന്ന ഒരു ഫ്ലവർ വേസ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. എന്തായാലും ഒരു കുപ്പിയല്ലേ, കുറച്ച് നാൾ ഇതുപോലെ ഭംഗിയിലിരിക്കാൻ പറ്റുന്ന ഒരു ഫ്ലവർ വേസ്. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കും.